ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇത് സമയം 5:16 ഗൈസ്. ഞാൻ ബാക്കിങ് കണ്ടോ, മുഴുവനുണ്ട്. നമ്മുടെ കാറുണ്ട് കണ്ടോ, മുഴുവനാണ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഗുണ്ടല്ലൂർ പോവുകയാണ്. ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഗുണ്ടല്ലൂർ പോകാനാണ്, എല്ലാം റെഡിയാവാണ്. പിന്നെ നമുക്ക് തലശ്ശേരി കഴിഞ്ഞ് കുറച്ച് ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ചുരുക്കം ഗുണ്ടല്ലൂർ പോകുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഒരു 9:30 ആകുമ്പോൾ ഇവിടെ ഒരുത്തം കാണാൻ കുറേ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് എന്താ പറയുക, അപ്പോൾ കുറേ നേരം നടക്കുന്നത്. പെട്ടെന്ന് കാണാൻ ഒരു സൗണ്ടായിട്ട് കള്ളൻ. അപ്പോൾ അവിടെ എല്ലാവരും ടോർച്ചെടുത്ത് പോയി. ടോർച്ചെടുത്ത് പോയപ്പോൾ കാണാൻ വീട്ടിൽ നിന്നിട്ട് ക്ലാപ്പ് അടിക്കുന്നു. അപ്പോൾ എല്ലാവരും അവനെ കണ്ടിട്ടില്ല, പോയിക്കാണുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് അലർട്ടായി നിൽക്കാം. നമുക്കെന്തായാലും എല്ലാം റെഡിയായിട്ട് കണക്കരിക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്തിയിട്ടില്ല, സുൽത്താൻ ബത്തേരി അങ്ങനെ പ്രത്യേക സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടാണ്. ഇപ്പം നല്ല രാവിലെ നല്ല പ്രകാശമായിട്ട് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്താ നമുക്ക് ഫുഡ് കഴിക്കണം. ഞാൻ പിന്നെ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, എടുക്കാൻ ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. ഒക്കെ മനസ്സിലായോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു. നേരം നമ്മുടെ സ്ഥലത്തേക്കാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് സുഗന്ധമായി കഴിച്ചു. നന്നായി കാണുന്നത് ഇവിടെ നിന്നിട്ടാണ് കഴിച്ചത്. ഇവിടെ ബാത്റൂമും വെള്ളം ഒക്കെ ഉണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ സ്റ്റാഫെല്ലാം ഉണ്ട്. സ്റ്റാഫ് ഇരിക്കാൻ വെച്ച ടേബിളാണത്. അപ്പം നമുക്ക് ആളൊക്കെ ഇരുന്നു. അപ്പം നമുക്ക് നേരെ സ്ഥലത്ത് നമ്മളുടെ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ ജമന്തി കേട്ടോ, കണ്ടോ, ഫുൾ ഓഫ് ജമന്തി കേട്ടോ. അപ്പുറത്തെ സൂര്യകാന്തി ഗൈസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. നല്ല വെയിൽ, ഉദിക്കുന്ന വെയിലാട്ടാ. എന്ത് മഴ സീസൺ, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ട, ഫുൾ ഓഫ് ജമന്തി. അതെല്ലാം മല്ലി വരെ ഉണ്ട് ഗൈസ്. ആട് കുതിര എല്ലാം തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും തോട്ടത്തൊന്ന് കയറ്റാം ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളുടെ സൂര്യകാന്തി തോട്ടത്തിൽ എത്തിക്കാണ് ഗൈസ്. ഉടുക്കുന്ന വെയിലാണ്. പശു അടക്കിയാണ്. ഈ ഇല കണ്ടോ, ഇതാണ് തോട്ടം.
ചിമ്മി ഇവിടെ നിന്നെല്ലാം കിട്ടുവാ. ചിമ്മി വരുന്നില്ല. ഒരു കൂട്ടിൽ നിന്ന് മേട്ടിൽ നിന്ന് എല്ലാം സ്റ്റൈൽ എടുക്കണം. പാത്തിക്ക് പറ്റൂ. പാത്തി ഇങ്ങനെ ക്യാമറ കൊടുക്കും. നീ വരുന്ന ഓടിയിട്ട് വരുന്ന ഇത് ക്യാപ്പ് കൊടുന്നേ. അപ്പോൾ നമ്മൾ നമ്മുടെ സൺഫ്ലവർ തോട്ടത്തിൽ നിന്നും ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ വേറൊന്നൊരു ഫീലാണ് കേട്ടോ. ഇത് നോക്കിക്കോണ്ടോ, ഫുൾ അങ്ങോട്ട്. പിന്നെ ഇവിടെ മുഴുവൻ പ്ലെയിനാണ്. പക്ഷെ ഇവിടെ സീന് കുറേ ഫോട്ടോസ് കിട്ടി ഗൈസ്. ഇതാണ് മൂത്തവൻ. സൺഫ്ലവറിലെ നേതാവൻ ഇവനാണ്. അതാണ് നേതാവ്. മീൻസ് സെറ്റ് നീണ്ടിട്ടില്ല, അവനായിരിക്കും നേതാവ്. മനസ്സിലായി? അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇറങ്ങി ഒന്നിക്കൽ ചിലപ്പോൾ ഒരു അമ്പലത്തിൽ പോകും, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകാണ്ട് നേരൊരു എന്താ പറയുക, നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും. ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, അവളെ കുറേ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് ചേട്ടന്മാർ വന്നായിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞു ഗൈസ്. നല്ല ഉദിക്കുന്ന വെയിലാട്ടോ. ഇപ്പം കുറച്ച് നിന്ന് പോയിട്ടുണ്ട്. ഫുള്ള് ജമന്തി ഗൈസ്. ജമന്തി 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 എന്ത് ജമന്തി കണ്ട. ഫുൾ ഓറഞ്ച് ഗൈസ്. ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ട. നിങ്ങൾ ഇത് നോക്ക്, തേടിച്ചൊന്ന് തേൻ പിടിക്കുന്നുണ്ടോ? മൂന്ന് കണ്ടെങ്കിൽ വലിയ വലുത് പോലത്തൊക്കെ കുറേ ഉണ്ട്. അപ്പുറത്ത് സൺഫ്ലവറാണ്, ഇവിടെ ജമന്തിയു. ഫുള്ള് ജമന്തി. സീരിയസ്ലി ഇറ്റ്സ് എ ഹെവൻ. ഭയങ്കരമായിപ്പോയി ഗൈസ്. ഈ സ്ഥലം വരുന്ന ഗുണ്ടൽപേട്ട. ഗുണ്ടൽപേട്ട നമ്മൾ അമ്പലത്തിൽ പോകാൻ നോക്കിയിട്ടാണ്. അമ്പലത്തിൽ പോകുമ്പോൾ കാണാൻ ഇങ്ങനെ കാണും. ഈ റോഡ് കൂടെ നമ്മൾ പോകുന്നേനു. ബെറ്ററാണ് ഇവിടെ 3 ജമന്തി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഫീസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നത്. കാരണം ഒരാൾക്ക് 100 റുപ്യ വെച്ചിട്ടാണ് തരുന്നത്. അത് നമ്മളെ കഴിവാണ്. കുറച്ച് വരിക. കണ്ടോ ഇതൊക്കെ നിങ്ങൾ എന്ത് ഇതാ നല്ല വലുതെന്ന് വെച്ചാൽ നല്ല വലുതാണ് കേട്ടോ. ഭയങ്കര വലുതായിപ്പോയി. അപ്പം നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാണ്. ശരിക്കും പറയാലോ ഒരു ഹെവന് പോലെയാണ് ഗൈസ്. എന്തായാലും എന്താ പറയുക, എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഭയങ്കരമാണ് രസം. ഇത് ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ ആ ഒരു മാസത്താണ് ഇതൊക്കെ കഴിക്കുക. അപ്പുറത്ത് മുഴുവൻ സൺഫ്ലവർ ഗൈസ്. അപ്പുറത്ത് മുഴുവൻ സൺഫ്ലവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ കാണാം. मैं तेनू समझावा कि ना तेरे बिना लगदा जी। मैं तेनू समझावा कि ना तेरे बिना लगदा जी। तू की जाने प्यार ഗ്ലാസ് ചേച്ചി ഗുണ്ടലൂരിൽ നിന്ന് ഇറങ്ങി ടെമ്പിളിൽ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. പക്ഷേങ്കിൽ ടെമ്പിൾ പോകാണ്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോയി ഗൈസ്. ഇതാണ് എൻ്റെ കസിന്. ഹൈ പറ
അപ്പോൾ ഗൈസ് എന്താ പറയുക, നമ്മൾ നേരെ ഊട്ടിയിലേക്ക് വന്നിട്ടാണല്ലോ ഗൈസ് കേട്ടോ. നമ്മളിവിടെ ഒന്ന് നിർത്തിയിട്ടാണുള്ളത്. ഒരു ചായ കുടിക്കാം. ചായയൊക്കെ കുടിച്ചു. അപ്പം നമുക്കെന്തായാലും ഇന്ന് ചായ കുടിച്ചിട്ട് കാണാം. അപ്പം നമ്മളിതാ ഊട്ടിയിൽ ഒരു വാട്ടർഫോൾ കാണാൻ വന്നതാണ് ഗൈസ്. നിങ്ങൾ കണ്ട ഗൈസ്, ഇതാണ് വാട്ടർഫോൾ. സംഭവം അറിയില്ല, എന്നാലും ഒരു ചെറിയൊരു വാട്ടർഫോൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മേലക്ക് കുടിച്ച് ഒന്ന് ലുക്ക് കാണിച്ചത്. കൊടും കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ പുഴന്ന് ഒഴുകിയതിൻ്റെ വെള്ളം കേട്ടോ. പുഴന്ന് അങ്ങ് പോവും. ഇതെല്ലാം നമുക്ക് ലജ്ജ കഴിക്കണം ഗൈസ്. വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതാ നമ്മളെ വയനാട് ചുരത്തിൽ ഞാനങ്ങ് ഉറങ്ങി. അല്ല, വയനാട് ചുരത്തിനല്ല, ഞാൻ ഇപ്പോൾ പറയുക നമ്മുടെ മൈസൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നൊന്നും എടുത്തില്ല. പിന്നെ സുൽത്താൻ ബത്തേരിയെത്തിയപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പോൾ നേരെ വയനാട് ചുരം ഇറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പം എല്ലാവരും ബൈ ബൈ, ടാറ്റാ.